വെൽക്കം ടു ലിസ ബിസിനസ് കേരള. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുക. അതുവഴി നിങ്ങൾക്ക് സംശയങ്ങൾക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലിസ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ലിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്തുമായിക്കോട്ടെ, ആ പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരികയും അതിലൂടെ നിങ്ങൾക്ക് ലാഭകരമാകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരികയും വാങ്ങുന്നവർക്ക്, അതായത് ലിസ ആപ്ലിക്കേഷനിലൂടെ വാങ്ങുന്നത് വഴി ഒരു ലാഭവിഹിതവും, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ മറ്റൊരാളെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ പരിചയപ്പെടുത്തുന്നവർ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ലാഭവിഹിതവും ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന എല്ലാ ബിസിനസ്സുകളുടെയും ലാഭവിഹിതവും ലഭിക്കുന്ന രീതിയിലാണ് ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മളെല്ലാവരും ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. ഷർട്ടാണേലും ഷൂസ് ആണേലും പേനയാണെങ്കിലും എല്ലാം നമ്മൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന പ്രോഡക്റ്റുകൾ ബ്രാൻഡഡ് ആണെങ്കിലും അത് ശുദ്ധമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഹലോ, നമസ്കാരം. കള്ളൂടിയില്ല, പുകവലിയില്ല, കഞ്ചാവില്ല, അടുപ്പിൽ പുകയൂതുന്നില്ല, പിന്നെ അമിതമായ ഭക്ഷണവുമില്ല, ചിക്കൻ ഒഴികെ വേറൊരു മീറ്റും കഴിക്കാറില്ല, പിന്നെ എന്താ പറയുക, ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല, അധികം മധുരം കഴിക്കാറില്ല. എന്നിട്ടും മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ വിത്ത് ലിവർ, അതാണ് എൻ്റെ അസുഖം. അപ്പോൾ ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. പുകവലിയോ കള്ളൂടിയോ കഞ്ചാവോ പുകയിലോ ഒന്നും വേണ്ട. ഇതൊന്നും ഇല്ലാത്തവർക്കും ക്യാൻസർ പിടിപെടും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എന്താ പറയുക, പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഡോക്ടറോട് നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് അതിന് ഉത്തരമില്ല ലേഖ എന്നാണ്. കാരണം ആർക്കും എപ്പോഴും അസുഖം വരാം. ബി കെയർഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ 5 റേഡിയേഷനും 3 കീമോയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കീമോ ഈ കമ്മിങ് 15th തോന്നുന്നു, 15th or 16th. ആക്ച്വലി 14th വിഷു ആയതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോസ്റ്റ്പോണ്ട് ആക്കി. MVRലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബി കെയർഫുൾ. നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകളെല്ലാം ബ്രാൻഡഡ് ആണെങ്കിലും അത് ശുദ്ധമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെല്ലാം ബൾക്ക് പർച്ചേസ്, ബൾക്ക് പ്രൊഡക്ഷന്, ബൾക്ക് പാക്കിങ്, ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെയാണ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ ഒരു സ്വഭാവം. അപ്പോൾ ഇതിനകത്തെല്ലാം പ്രിസർവേറ്റീവ് ചേർക്കാതെ അവർക്ക് അത് പാക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ പ്രിസർവേറ്റീവ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രയൊക്കെയാണെന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ശുദ്ധമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, മസാലകൾ, ഇതെല്ലാം ബ്രാൻഡഡിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിന് പകരമായിട്ട് ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വീടുകളിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയും അതിലൂടെ നിങ്ങൾക്കൊരു വരുമാന മാർഗത്തിലേക്ക് എത്തുവാനും സാധിക്കും. അങ്ങനെ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ വാങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വരുമാന മാർഗം തെളിഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പോർട്ടബിൾ ഉള്ള മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മുളക് പൊടിയാളും മല്ലിപ്പൊടിയാളും മഞ്ഞപ്പൊടിയാളും നല്ല രീതിയിൽ കഴുകി 3-4 പ്രാവശ്യമൊക്കെ കഴുകി അത് ഉണക്കി പൊടിച്ച്, ഇപ്പം ചെറിയ ചെറിയ ഡ്രയറുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് മേടിക്കാൻ കിട്ടും. അതുപോലെ ആ ഡ്രയറിനകത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നിങ്ങൾക്കിലേക്ക് വരുമ്പോൾ, അതായത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും, വലിയ വ്യത്യാസം വരും.
ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് നമ്മൾ തരുന്ന ഈ പ്രോഡക്റ്റുകൾക്ക് റേറ്റിന് വ്യത്യാസം വരും. വ്യത്യാസം വരാൻ കാരണം എന്താണ്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാകുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്താണ് വരുന്നത്. കാരണം മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്. അതിന് പകരമായിട്ട് ലിസ ആപ്ലിക്കേഷനിലെ ഉൽപ്പാദകർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ, അത് 10 കിലോ 5 കിലോ 15 കിലോ 25 കിലോ ഒക്കെ നിർമ്മിച്ചതിന് ശേഷം നമ്മുടെ ലിസ കമ്മ്യൂണിറ്റിയിലൂടെ മാർക്കറ്റ് ചെയ്യാം. ലിസ കമ്മ്യൂണിറ്റിയിൽ അംഗമായിരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആ ലിസ ബാഗ് ബുക്ക് ചെയ്യുക, ഒരു നമ്പർ ജനറേറ്റ് ചെയ്യുക. ആ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ പാർട്ട്ണറായി മാറുകയാണ്. മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ സാധിക്കും. ശുദ്ധമായ പ്രീമിയം ക്വാളിറ്റിയുള്ള മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. വാങ്ങുമ്പോൾ അതിലൂടെ നിങ്ങൾക്കും വരുമാനം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളിൽ നിന്നും മാറി നിങ്ങൾ ഈ പറയുന്നത് പോലെ വീടുകളിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. വീട്ടിൽ ചേർത്ത പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് മക്കളെ നിങ്ങളും രോഗികളാക്കി മാറ്റാതിരിക്കുക. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം ഓരോ കമ്പനികളും അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമേ ചിന്തിക്കാറുള്ളൂ, ഇതുപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എത്രമാത്രം ലാഭം കണ്ടെത്താൻ സാധിക്കുമോ അത്രമാത്രം ലാഭം കണ്ടെത്തുക, എത്രമാത്രം എസ്റ്റാബ്ലിഷ് ആകാൻ സാധിക്കുമോ അത്രമാത്രം എസ്റ്റാബ്ലിഷ് ആകാൻ ശ്രദ്ധിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആരോഗ്യകരമായിട്ട് ജീവിതം മുമ്പോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന കമ്പനികൾ തുലവും കുറവാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളായിട്ടുള്ള ഷൂവും ഷോക്സും ഷർട്ടും പാൻറ്റും ചുരിദാറുകളും ഒക്കെ വാങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന പ്രോഡക്റ്റുകളും പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ശുദ്ധമായ സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങാൻ നിങ്ങൾ ലാഭം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റൊരാൾക്ക് വരുമാനം കണ്ടെത്താനുള്ള സാധ്യത തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.